ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പ്രശസ്ത മൾട്ടിനാഷണൽ കമ്പനിയിലെ തൊഴിലവസരവുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ടാറ്റ കമ്പനിക്ക് കീഴിലുള്ള TCSലാണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലും TCSന്റെ ഒരുപാട് ബ്രാഞ്ചസ്, ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ TCS എന്നുള്ളത്. അവരിപ്പോൾ ഒരു പാൻ ഇന്ത്യ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരുപാട് വേക്കൻസീസ്, അതായത് ഇവരിപ്പോൾ ഒരു ഗ്രാജുവേഷൻ ഒരു ലെവൽ കഴിഞ്ഞവർക്കുള്ള റിക്രൂട്ട്മെന്റ്സ് ആണ് അനൗൺസ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് MBA കഴിഞ്ഞവർക്ക് ഒരു വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഗ്രാജുവേറ്റ്സിനായിട്ട് അവരൊരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു നാഷണൽ ക്വാളിഫയർ ടെസ്റ്റ് വഴിയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് വരുന്നത്. ഒരു പാൻ ഇന്ത്യ ഹയറിംഗ് ആണ്. അതായത് ഒരുപാട് വേക്കൻസീസ് വരുന്ന ഒരു പൊസിഷൻ ആയതുകൊണ്ടാണ് ഒരു പാൻ ഇന്ത്യ ഹയറിംഗ് വഴി ഇതിന്റെ സെലക്ഷൻ നടക്കുന്നത്. ഇതിന് മറ്റേ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സോ റീസെന്റ് പാസ് ഔട്ട്സിനൊക്കെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു അവസരമാണ്. കാരണം നിങ്ങളുടെ ഫസ്റ്റ് ജോലി തന്നെ TCS പോലുള്ള ഒരു കമ്പനിയിൽ, ഒരു MNC കമ്പനിയിലൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഈ ഒരു ജോലിയിൽ തന്നെ TCSന്റെ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന റിക്രൂട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിന്റെ അവർ സാലറി ഒക്കെ മാക്സിമം പറയുന്ന അപ് ടു 11 lakhs പെർ ആനം ആണ്. അതായത് വാർഷിക സാലറി നിങ്ങൾക്ക് 11 ലക്ഷം വരെയാണ്. സോ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം മന്ത്ലി ഏകദേശം എത്ര അതിന്റെ സാലറി വരുമെന്നുള്ളത്. സോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും ഒക്കെ കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഉള്ളത് TCSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെയാണ്. അവിടെ വന്നിട്ടുള്ള ഒരു ഹയറിംഗ് ആണിത്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. മറ്റു പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ അത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സ്കിൽസിനനുസരിച്ച് മാത്രമായിരിക്കും ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് വരുന്നത്. ഒരു നാഷണൽ ക്വാളിഫയർ ടെസ്റ്റ് വഴിയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. 2025 ബാച്ചിലുള്ള എഞ്ചിനീയറിംഗ് ഫ്രഷേഴ്സിനുള്ള ഒരു അവസരമാണ്, ഗ്രാജുവേറ്റ്സിനുള്ള ഒരു അവസരമാണ്. TCS എഞ്ചിനീയറിംഗ് ഫ്രഷർ ഹയറിംഗ് ഫോർ ദ ഗ്രാജുവേറ്റിംഗ് ബാച്ച് ഓഫ് 2025. നിലവിൽ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇന്നോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സൺഡേ മാർച്ച് 23, 2025 വരെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ടെസ്റ്റ് ഡേറ്റ്, അതായത് നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ TCSന്റെ അയോൺ സെന്റേഴ്സ് ഉണ്ട്. സോ അവിടെ വെച്ചായിരിക്കും ഇതിന്റെ ഓൺലൈൻ ടെസ്റ്റ് കാര്യങ്ങൾ വരുന്നത്. സോ ആദ്യം ആരൊക്കെയാണോ അപ്ലൈ ചെയ്യുന്നത് അവർക്ക് തൊട്ടടുത്തുള്ള സെന്ററുകളിൽ അതിന്റെ എക്സാം സെന്റേഴ്സ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതിന്റെ എക്സാം ഓൾറെഡി മാർച്ച് 15 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ലാസ്റ്റിലേക്ക് വെക്കരുത്. ഈ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കേൾക്കുക. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് എക്സാമിന് പഠിക്കേണ്ടത്, ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, ഇതിന്റെ സാലറി എങ്ങനെയാണ്, ഇതിന്റെ റിക്രൂട്ട്മെന്റ് വരുന്നത് മുതലായ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. 3 രീതിയിലാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. അതായത് 3 രീതിയിലാണ് ഇതിന്റെ സെലക്ഷൻ. പ്രൈം, ഡിജിറ്റൽ, നിഞ്ച. ഇതിലെ ഏറ്റവും പാക്കേജ് സാലറി കൂടുതൽ വരുന്നത് ഈ ഒരു പ്രൈം പോസ്റ്റിലാണ്. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ 2025 പാസ് ഔട്ട് ആവുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. BTech, BE, MTech, ME അല്ലെങ്കിൽ MCA, MSc, MS ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു മേഖലയിൽ സ്പെഷ്യലൈസേഷൻ ഈസ് എക്സ്ക്ലൂസീവ്ലി ഓപ്പൺ ഫോർ ദ ഫോളോയിങ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഇൻ എനി സ്പെഷ്യലൈസേഷൻ. പ്രത്യേകം നോട്ട് ചെയ്യുക, ഏത് മേഖലയിൽ നിന്ന് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ പ്രോസസ്സ്, അതായത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം തന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വെബ് പേജിലാണ് നിങ്ങൾ എത്തുക. അതിൽ സ്റ്റെപ്പ് 1 നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലോഗിൻ ടു ദ TCS നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലാണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അത് വൺസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് വരുന്നത്. രജിസ്റ്റർ ആൻഡ് അപ്ലൈ ഫോർ ദ ഡ്രൈവ് എന്ന് വരും. അതിൽ നിങ്ങൾ ഓൾറെഡി TCSന്റെ എൻ്റെ മുന്നേ ഉള്ള ഞാൻ ഓൾറെഡി TCSന്റെ ഒരുപാട് വേക്കൻസീസ് എൻ്റെ ചാനൽ ത്രൂ ചെയ്തിട്ടുണ്ട്. സോ ഓൾറെഡി അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സെനാരിയോ ബി, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനാരിയോ ബി യൂസ് ചെയ്ത് ചെയ്യാം. അതായത് ഈ ഒരു രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം IT സെലക്ട് ചെയ്ത് അപ്ലൈ ഫോർ ഡ്രൈവ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഓൾറെഡി രജിസ്റ്റേർഡ് ചെയ്ത യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അതിൽ കയറുക, IT സെലക്ട് ചെയ്യുക, അപ്ലൈ ഫോർ ഡ്രൈവ് കൊടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഉണ്ടാവും. അത് വെച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
സ്റ്റെപ്പ് 3 വരുന്നത് നിങ്ങൾക്ക് 3 ടെസ്റ്റ് സെന്റേഴ്സ്, അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ TCSന്റെ അയൺ സെന്റേഴ്സ് ഉണ്ട്, എക്സാം സെന്റേഴ്സ് ഉണ്ട്. സോ അതിലൊരു 3 സെന്റേഴ്സ് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ളത് പ്രിഫർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ്, ആപ്ലിക്കേഷൻ പ്രോസസ്സ് കാര്യം കംപ്ലീറ്റ് ആയാൽ ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്തിട്ടുണ്ടോ, എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ ജസ്റ്റ് ഒരു ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ പോർട്ടലിൽ അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്ന് വരികയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആണ്. അത്രേ അതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ ആ ഒരു സ്റ്റേജിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം. എലിജിബിലിറ്റി ഞാൻ പറഞ്ഞു ഈ ഒരു മേഖലയിൽ നിന്ന് ബിടെക് കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അവർ പറയുന്നത് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് പറയുന്നുണ്ട്. 10th 12th 60% മാർക്സ് വേണം. അതേപോലെ നിങ്ങളുടെ ഗ്രാജുവേഷനും 60% ഓർ ഇക്വാലൻറ്റ് CGPA വേണം എന്നവർ പറയുന്നുണ്ട്. അതേപോലെ ഫസ്റ്റ് ക്ലാസ് വേണം എന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ ബാക്ക്ലോഗ്സിനെ പറ്റിയാണ്, അതായത് സപ്ലി, നിലവിൽ സപ്ലി കാര്യങ്ങളൊന്നും, അതായത് ഒരു സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് ബാക്ക്ലോഗ്സോ സപ്ലിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ഫുൾ ടൈം കോഴ്സിലൂടെ ആയിരിക്കണം നിങ്ങൾ ബിടെക് അല്ലെങ്കിൽ അവർ പറഞ്ഞ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ളത്. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്. റീസെൻറ്റ് ഗ്രാജുവേറ്റ്സ് പാസ് ഔട്ട് എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. ഏജ് ലിമിറ്റും അവർ പറയുന്നുണ്ട് 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി നമുക്ക് ഹയറിംഗ് കാറ്റഗറീസ് നോക്കാം. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ പാക്കേജ് വരുന്നത് പ്രൈമിനാണ്. UG ഗ്രാജുവേഷൻ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് 9 lakhs per annum ആണ് ഈ ഒരു പ്രൈം പോസ്റ്റിൽ കിട്ടുകയാണെങ്കിൽ വരുന്നത്. PG കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 11, അതായത് MTech ഒക്കെ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 11.5 lakhs per annum വരെ അതിൻ്റെ ഒരു മാക്സിമം സാലറി വരുന്നുണ്ട്. പിന്നെ ഒരു പോസ്റ്റിനനുസരിച്ചും, അതായത് ഈ ഒരു പ്രൈമിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മെയിൻലി വർക്ക് ചെയ്യേണ്ടത് കോംപ്ലക്സ് പ്രോജക്ട്സ് ആയിരിക്കും, അഡ്വാൻസ് ടെക്നോളജീസിലൊക്കെ ആയിരിക്കും. ഡിജിറ്റലിലാണെങ്കിൽ മെയിൻലി സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ്, ഇൻറ്റഗ്രേഷനിലൊക്കെ ആയിരിക്കും വരിക. ഇനി നിഞ്ച ആണെങ്കിൽ ഒരു ബേസ് ലെവൽ, അതായത് പ്രോജക്ട്സ് ഓൺ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, അതിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ ജോലി വരുന്നത്. നിഞ്ചയിലാണെങ്കിലും 3.36 LPA നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ സാലറി കിട്ടുന്നുണ്ട്. അത് മോശം സാലറി ഒന്നുമല്ല. സ്റ്റാർട്ടിങ് തന്നെ 3.36 lakhs per annum കിട്ടുന്നുണ്ട്. PG കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ 3.53 കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ എക്സാം ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. മെയിനായിട്ടും 2 സെക്ഷൻ വഴിയാണ് വരുന്നത്. പാർട്ട് എ ഫൗണ്ടേഷൻ സെക്ഷനും പാർട്ട് ബി അഡ്വാൻസ് സെക്ഷനും. ഇതിൽ നിങ്ങൾ കോമൺ ആയിട്ടും ഈ 2 സെക്ഷനും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. പാർട്ട് എയും പാർട്ട് ബിയും അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിഞ്ചയിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോസ്റ്റ് ആണെങ്കിൽ, അതായത് ഹയറിംഗ് കാറ്റഗറീസ് ഏറ്റവും ലാസ്റ്റ് പറയുന്ന നിഞ്ച ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി ഈ ഒരു അഡ്വാൻസ് സെക്ഷൻ വേണ്ട, ആദ്യത്തെ സെക്ഷൻ മതി. പക്ഷെ നിങ്ങൾ രണ്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാണ്, രണ്ടും അറ്റൻഡ് ചെയ്യുക എന്നാണ് ഒരു കമ്പനി പറയുന്നത്. ഫൗണ്ടേഷൻ സെക്ഷനിൽ 75 ഡ്യൂറേഷനുള്ള ഒരു എക്സാം ആയിരിക്കും വരിക. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്ന് 25 ചോദ്യം, വേർബൽ എബിലിറ്റിയിൽ നിന്ന് 25, റീസണിങ് എബിലിറ്റിയിൽ നിന്ന് 25, അങ്ങനെ 75 മാർക്സിനുള്ളതായിരിക്കും വരിക. പ്ലസ് ഒരു അഡ്വാൻസ് സെക്ഷൻ കൂടിയുണ്ട്. അതിൽ മെയിൻലി നിങ്ങൾക്ക് അഡ്വാൻസ് കോഡിംഗ് ഒരു 90 മാർക്സിനുണ്ടാവും. അതേപോലെ അഡ്വാൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് എബിലിറ്റി 25, അങ്ങനെ ഓൾ ടോട്ടൽ 190 മാർക്സിൻ്റെ 190 ഡ്യൂറേഷൻ്റെ ഒരു ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് മെയിനായിട്ട് ഉണ്ടാവുന്നത്. സോ ഇത്രയും കാര്യമാണ് ഇതിനെപ്പറ്റി എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അതായത് എക്സാം പാറ്റേൺസ് ഞാൻ പറഞ്ഞു, ടെസ്റ്റ് എലിജിബിലിറ്റി കാര്യങ്ങൾ പറഞ്ഞു, ഹയറിംഗ് കാറ്റഗറീസ് പറഞ്ഞു, അങ്ങനെ ഓൾമോസ്റ്റ് ആയി വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഏത് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. TCSന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മുടെ നാട്ടിൽ തന്നെ എക്സാം സെന്റേഴ്സും ഉണ്ട്. കിട്ടുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ TCSന്റെ ഓഫീസസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കരുത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റീസെൻറ്റ് പാസ് ഔട്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉള്ള ഗ്രൂപ്പിൽ, നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പ്സിലൊക്കെ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ നിർബന്ധമായിട്ടും പാസ് ചെയ്യാം. കാരണം ഒരുപാട് പഠിക്കുന്ന കാൻഡിഡേറ്റ്സിനൊക്കെ ഇതുപോലുള്ള നല്ല കമ്പനിയിൽ എങ്ങനെയാണ് ജോലി നേടേണ്ടത് എന്നറിയാത്ത, ഒരു ട്രാക്ക് കിട്ടാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടാകും. സോ അതൊക്കെ ഈ ഒരു വീഡിയോ അവർക്ക് ഹെൽപ്ഫുൾ ആവും. സോ നിങ്ങൾ ദയവായി നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.